ഡോക്ടറെ, യെസ് കമിൻ. ഞാൻ കുറേ ദൂരേന്ന് വരിക. ആഹാ, ഇരിക്കൂ. കുറേ ദൂരെ എന്ന് പറയുമ്പോൾ എവിടെയാ? കുറേ ദൂരെ, കുന്നും മലയും ഒക്കെ കയറി പോണം. ശരി, എന്താ ഉപ്പയുടെ പ്രശ്നം? എൻ്റെ മോനെ, ഓ നല്ല മിടുക്കനായിരുന്നു. കുറച്ച് കൊല്ലായിട്ട് ഓനെ കാണാനില്ല. ഡോക്ടർക്ക് ഓനെ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? ഉപ്പ ഏത് ഡോക്ടറെ കാണാനാ കാർഡ് എടുത്തത്? കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്തേ? കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന്. ഉപ്പ, ഇതെന്നെയല്ല കാണിക്കേണ്ടത്. സൈക്യാട്രിയിലോ ഡോക്ടറെ കാർഡ് എടുത്താൽ മതി കേട്ടോ. സൈക്യാട്രി, മനസ്സിലായോ? ഡോക്ടറെ, നിങ്ങൾ മനസ്സ് വെച്ചാലേ എൻ്റെ മോനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഡോക്ടറെ, ആ വാ. OT-ന്നൊരു കോൾ ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച രമേശ് ഡോക്ടർ ലീവാ. പുള്ളിക്കാരൻ്റെ ചില സർജറീസൊക്കെ പോസ്റ്റ്പോൺ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ OT ഉപയോഗിക്കാം. വേണേ 2 യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഹലോ, വല്ല സീരിയസ് ഡിസ്കഷൻ ആണോ? ഒന്നുമില്ല. ഞാൻ മാഡത്തിനെ വിളിച്ചിരുന്നു. ഞാൻ കണ്ടു. പക്ഷേ അപ്പോൾ OP-യിലായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അല്ല, വിവേകിന് എന്താ ഹേണിയാണോ? യെസ്, റിപ്പോർട്ട്സ് കണ്ടില്ലേ? കണ്ടു. പക്ഷേ അയാൾ നല്ല കക്ഷിയാ. സിംറ്റംസ് ഗൂഗിൾ ചെയ്തിട്ട് ഹൈഡ്രോസിലാണെന്ന് പറഞ്ഞ് 8 വർഷം കൊണ്ടുവരണം. കഷ്ടം. ഇപ്പൊ ഈ ഗൂഗിള് നോക്കിയിട്ട് വരുന്ന പേഷ്യൻസിനെ കൊണ്ടുള്ള പ്രശ്നം വലിയതായിട്ടിരിക്കുക. ഇവര് ഗൂഗിള് നോക്കിയിട്ട് സർവ്വ മെഡിക്കൽ ടേംസ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. നമ്മുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗൂഗിള് നോക്കിയിട്ട് കണ്ട ഡയഗ്നോസിസും നമ്മുടെ ഡയഗ്നോസിസും ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കൊടുക്കൽ മാത്രമായിട്ടുണ്ട്. വെരി ട്രൂ. ഇനിയിപ്പോ എന്നാണ് അവൻ യൂട്യൂബ് നോക്കിയിട്ട് സർജറീസ് നടത്താൻ പോകുന്നത്? അവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ കൂട്ടത്തിലുള്ള ഡോക്ടേഴ്സ് തന്നെ പലരും യൂട്യൂബേഴ്സ്. അതെ, ഡോക്ടേഴ്സ് വീഡിയോ പോസ്റ്റ് ചെയ്യും, കാണുന്നവര് സിംറ്റംസ് കമന്റ് ചെയ്യും. പിന്നെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി കുത്തിയിരുന്ന് കമന്റ്സിന് റിപ്ലൈയും കൊടുക്കും. തീർന്നു കൺസൾട്ടേഷൻ. എന്നാ പിന്നെ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഞാനും പോട്ടെ. ഞാനും ഇറങ്ങാൻ നിൽക്കാം. തനമോള് വന്നപ്പോ തൊട്ട് പറയാം, കേരളത്തിൽ വന്നിട്ട് എവിടെയും കൊണ്ടുപോയില്ലാണ്. അതുകൊണ്ട് ഒരു ചെറിയ ട്രിപ്പ്. അപ്പൊ നാളെ ഔട്ട് സ്റ്റേഷൻ ആണല്ലേ? ജസ്റ്റ് ഡ്രൈവ്. രാവിലെ പോയിട്ട് വൈകുന്നേരം വരും. ശരി ശരി. അതെ, ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോവാം. അതെ, എനിക്ക് കിടന്നൊന്ന് ഉറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. പുല്ല് അടിമാലിയിൽ നിന്ന് സാധനം കയറ്റാനുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ പൊള്ളാച്ചി വഴി പോയാൽ 2.5 മണിക്കൂറാണ് ലാഭം. ഇതിപ്പോ ആ 3-4 മല മുഴുവൻ കയറി ഇറങ്ങണം, ഒരാവശ്യമില്ലാണ്ട്. മലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. എന്ത്? രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ ഛർദിന്റെ ഗുളി കഴിക്കണം. ഓ നശിപ്പ്. നിന്നെയൊക്കെ അക്ഷരം തെറ്റാണ്ട് വണ്ടി പണിക്കാരാന്ന് എങ്ങനെ പറയൂടാ? ആശാനുണ്ടായിരുന്നു ആൾക്കാർ. ചേട്ടാ, 2 പ്ലേറ്റ് ദോശ. വേറെ സ്പെഷ്യൽ വല്ലതും വേണോ? ഓ, സ്പെഷ്യലൊന്നും വേണ്ട. 2 ഡബിൾ ബുൾസൈ പറഞ്ഞാലേ? പറ ചേട്ടാ, 2 ഡബിൾ ബുൾസൈ. 2 ഡബിൾ ബുൾസൈ. ആശാനെ, ചതിച്ച ആശാനെ, വീണ്ടും വെച്ച്. ആർക്ക് കാണാൻ ഇത് വെറുതെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? മോളെ മഹേഷ് കൊണ്ട് കിടത്തോ ഞാൻ കിടത്തണോ? നീ കിടത്തിയാൽ മതി, ഞാൻ കുറച്ച് ലേറ്റ് ആവും. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ കിടന്ന് ഉറങ്ങിക്കൂടെ? നാളെ ലോങ് ഡ്രൈവിലല്ലേ നമുക്ക്? ഒരു 1/2 hour 45 minutes ഡേ. അടുത്ത ആഴ്ചത്തെ കോൺഫറൻസിനുള്ള പ്രസന്റേഷനാ. നാളെ മറ്റന്നാളും ഒന്നും നടക്കത്തില്ല. ഇന്നൊരു കോമഡി ഉണ്ടായി. തനുമോള് പറഞ്ഞാണേ. എന്താ സംഭവം? അവളോട് ഞാൻ ചോദിച്ചു, നാളെ ഡാഡി ട്രിപ്പിന് കൊണ്ടുപോകല്ലേ, ഹാപ്പി ആണോന്ന്. അവള് പറയാ അവള് ഹാപ്പി ഹാഫേ ഉള്ളൂ, ബാക്കി പാതി സാഡാത്രേ. എന്താ 50-50? ഹാപ്പി എന്താന്ന് വെച്ചാൽ അവൾക്ക് മൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റുമല്ലോ. സാഡോ? അതാണ് തമാശ. അവള് പറയാ കാറിൽ ഇത്ര നേരം ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ, കൂട്ടിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെന്ന്. അപ്പൊ ഹിന്റൊക്കെ തന്നു തുടങ്ങിയല്ലേ? അതിപ്പോഴൊന്നുമല്ല, കുറച്ച് നാളായി തനിച്ചിരിക്കുമ്പോൾ ബോറോട് പറയാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി മറയൂർ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഈ കോൺഫറൻസ് ഇല്ലായിരുന്നു, ഒരു ദിവസം അവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് പതുക്കെ വന്നാൽ മതിയായിരുന്നു. പരാതി പറയില്ല മഹേഷ്. നമ്മൾ എന്തിനാ ഓസ്ട്രേലിയൻ തിരിച്ചിങ്ങോട്ട് പോകുന്നത്? അവിടുത്തെ റോബോട്ടിക് ലൈഫ് സ്റ്റൈലും
പിന്നെ ഫാമിലിക്ക് സ്പേസ് ഒട്ടും കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടല്ലേ? നമ്മുടെ മ്യൂച്വൽ കൺസേൺസ് ശരിയാണെന്ന് തോന്നിയിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്? എന്നിട്ടിപ്പോൾ ഒരു മാസം അടുപ്പിച്ചായി നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയിട്ട്. ഡു യു ഫീൽ എനി ഡിഫറൻസ്? ഡോണ്ട് വറി, ഈ ട്രിപ്പ് എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണെന്ന് വിചാരിച്ചാൽ മതി. വെറുതെ പറയല്ല, ഐ മീൻ ഇറ്റ്. കിടന്നോ. മുറുക്കി കെട്ടിക്കോ, മല കയറി പോകാനുള്ള. ആ ശരി. ആ എന്തു പറ്റി ആശാനെ? ഇവന് ഇന്ന് ആശാൻ ഇപ്പൊ അയാളുടെ അടുത്തോട്ട് പോണ്ട. ഇച്ചായ ഇന്നലെ എന്നോട് എന്നാ പറഞ്ഞേ? നാളെ വണ്ടി എടുക്കാൻ പറയുമ്പോൾ വണ്ടി കാണത്തില്ലെന്നല്ലേ? നമുക്ക് സംസാരിക്കാം. എന്ത് സംസാരിക്കാം? വാ സംസാരിക്കാം. ഇങ്ങോട്ട് വാ, പറയട്ടെ. ഡാ ആന്റണി, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. ഇതേ ഇവനിവിടെ വന്നതിന് ശേഷം ഞാനും എൻ്റെ ജോലിക്കാരും ഇതൊക്കെ അനുഭവിച്ചത് തന്നെയാണ്. അതുകൊണ്ട് നീ പറയുന്ന ഒച്ചിന്റെ കഥ വിശ്വസിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തിനാ ഇച്ചാ ഈ സാധനത്തിന് ഇങ്ങനെ വെച്ച് ഉറപ്പിക്കുന്നേ? തല്ലി ഓടിച്ച് കളഞ്ഞൂടെ? എൻ്റെ കർത്താവെ, ഇവൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? എടാ, അവനിവിടെ വന്നിട്ട് 2-2.5 മാസമേ ആയിട്ടുള്ളൂ. വന്ന അന്ന് മുതൽ അവൻ പറയും അവനെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വരും എന്ന്. ആദ്യമൊക്കെ ഞങ്ങൾ ആട്ടിപ്പായിക്കാൻ നോക്കി. പക്ഷെ അപ്പോഴൊക്കെ നീ പറഞ്ഞ ഈ നശിച്ച ഒച്ചിന്റെ ശല്യം ഞങ്ങൾക്കുമുണ്ടായി. അതോടുകൂടി ജോലിക്കാർക്ക് പോലും അവനെ തൊടാൻ പേടിയായി. പിന്നെന്താ, ഇവിടുത്തെ 10 പേരുടെ പണി അവൻ ഒറ്റയ്ക്കെടുക്കും. 10 പൈസ കൂലി വേണ്ടെന്ന് മാത്രമല്ല, അതിന്റെ ഉപയോഗം എന്താണെന്ന് പോലും അവനറിയില്ല. അതൊക്കെ നിങ്ങളുടെ തലവേന. അതിനിപ്പോ ഞാനെന്നായാനാ? എടാ, അവനിവിടെ വന്നതിന് ശേഷം എത്രയോ ലോറികൾ ഇവിടുന്ന് ലോഡ് കയറ്റി പോകുന്നുണ്ട്. ഒരു ലോറിയുടെ പരിസരത്ത് പോലും അവൻ പോയിട്ടില്ല. ഇതിപ്പോ നിന്റെ വണ്ടി വന്നപ്പോഴാണ് അവനിങ്ങനെ. ഇച്ചാൻ പറയുന്നപ്പോ ഞാനിവനെ കൂടെ കൊണ്ടുപോകണമെന്നാണോ? അത് നിനക്ക് തീരുമാനിക്കാം. നിനക്ക് ഇവിടുന്ന് ഏറിയാൽ 9 മണിക്കൂറിന്റെ യാത്രയുള്ളൂ. അതിനിടയ്ക്ക് അവന്റെ സ്ഥലം വരുമ്പോൾ അവൻ ഇറങ്ങിപ്പോയിക്കോളും. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, അവനായിട്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആശാനെ കൊണ്ടുപോ ആശാനെ. ഇനിയും ഒച്ചനത്തിനാ എനിക്ക് വയ്യ. എടാ, അവൻ വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ അവനെ നീ നിന്റെ കുടുംബത്തെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവൻ ഇറങ്ങൂടാ. ഇനി അഥവാ അവൻ ഇറങ്ങിയില്ലെങ്കിൽ നീ അവനെ കാന്തല്ലൂർ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചോ, അവര് നോക്കിക്കോളും. ഉള്ളി കയറിട്ടാ കണ്ട ചേ, അവനെ ഉള്ളിരുത്തി കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലടാ. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞോളൂ. മോനെ, നീ പുറകെ കയറാ. മഴ ഇപ്പൊ പെയ്യും. ഈ നട്ട വെയിലത്തല്ലി മഴ പെയ്യാൻ പോണം. മഴ പെയ്യുമ്പോട് വന്നിരിക്കുക കേട്ടോ. ഇപ്പൊ ചെല്ലടാ, ധൈര്യമായിട്ട് ചെല്ല. ശരി ചേ, ഞാൻ പോയിട്ട് വരാം. ചെല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒന്ന് വേഗം വരുമോ? ഇനി തനിച്ചാണെന്ന് പറഞ്ഞ് ബോറടി പറയണ്ട. ശരി. മഹേഷ് ടെറസിലെ ഡോർ അടച്ചോ? ഞാൻ അടച്ചു. എന്റെ ലാപ്ടോപ്പ് ബാഗ് എടുത്തില്ലേ? എന്തിനാ? ട്രിപ്പിന് പോകുമ്പോ പണിയൊന്നും എടുക്കില്ലെന്നല്ലേ പറഞ്ഞേ? ഞാൻ എടുത്തില്ല. അതോളാം. Okay, let's go. എന്താണ് ഡാഡിയും മോളും കൂടെ ഒരു ആംഗ്യം കാണിക്കല്? തനിക്കുട്ടിക്ക് എന്തോ മമ്മിയോട് ചോദിക്കാനുണ്ട് അല്ലേ മോളെ? Yes. ചോദിക്കാം. എന്താ? മമ്മിക്ക് ഡ്രൈവിംഗ് അറിയോ? പിന്നെ ഡ്രൈവിംഗ് അറിയോന്നോ? കോളേജ് പഠിക്കുമ്പോഴേ എന്നും ഞാൻ വണ്ടി ഓടിച്ചല്ലേ പോയിക്കൊണ്ടിരുന്നേ. തള്ളല്ല, ശരിക്കും ഞാൻ വണ്ടി ഓടിച്ചാ പോയിക്കൊണ്ടിരുന്നേ. കോളേജിൽ വണ്ടി ഓടിക്കാൻ അറിയുന്ന കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ ഞാനായിരുന്നു. അറിയോ? എന്നിട്ടെന്താ അമ്മ ഇപ്പൊ ഡ്രൈവ് ചെയ്യാത്തയോ? മൊറട്ടൻ ഡാഡിയില്ലേ, ഇങ്ങേരെ കൂടെ ഇരുന്ന് വണ്ടി ഓടിച്ചാ എങ്ങനെയാ ഡ്രൈവിംഗ് വെറുക്കാതിരിക്കുക? ബ്രേക്ക് ചവിട്ട്, ആക്സിലേറ്റ്, ഗിയർ മാറ്റോ. ഇത് വേണ്ടടുത്ത് ഉപയോഗിച്ചാ പോരെ, ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണോ? അപ്പൊ ഡാഡി ഇല്ലാത്തപ്പോഴോ? മോള് കണ്ടിട്ടില്ല. ഡാഡി ഇല്ലാത്തപ്പോ ഞാൻ പറപ്പിക്കൂലേ? എന്നാലേ ഒരു കാര്യം ചെയ്യാം. എന്നാ നിന്റെ മമ്മി ഒന്ന് പറപ്പിക്കട്ടെ. ഇതെന്താ ചെയ്യണേ? നീ പറപ്പിക്കേ. മഹേഷ് എന്താ കാണിക്കണേ? മഹേഷ് നമുക്ക് ഇവിടെ ഇരിക്കാം. നിന്റെ മമ്മി വണ്ടി ഓടിക്കും. അല്ല, ഒരു ചോദ്യം, ഞാൻ എങ്ങനെയാ തനിച്ചിരുന്ന് വണ്ടി ഓടിക്കണം? അത് ഡാഡിയും മോളും കൂടെയുള്ള പ്ലാനിങ് ആയിരുന്നല്ലേ ഇത്ര നേരം? പള്ളി ബാബുവേ, നമുക്ക് ഇവരെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിൽ ജോലിക്ക് നിർത്തിയാൽ നന്നായിരിക്കും അല്ലേ?
എന്റെ പൊന്നാശാനെ ഒന്നും മിണ്ടാതിരി. മനുഷ്യനോട് ഏത് നിമിഷവും ഒച്ചിന്റെ ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുന്നു. ആ അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ ഹിന്ദു പുരാണത്തിലെ ഏത് ദൈവത്തിന്റെ വാഹനം ഒച്ച്? ഒച്ചുംപുറത്തെ യാത്രയാണ് ദൈവമൊന്നും ഞങ്ങളുടെ പുരാണത്തിലില്ല. പറഞ്ഞ പോലെ അതിന്റെ പുറത്തിരുന്ന എപ്പോ എത്തേണ്ടടുത്ത് എത്താനല്ലേ? പട്ടി വരൂട്ടാ. ഈശ്വര, ഒച്ചിനെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇനി പട്ടിയുടെ കടിയുടെ കൊള്ളണമല്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അതിന് ഞാനെന്താടാ പറഞ്ഞത്? നീ എന്തിനാ ഈ ഭ്രാന്തിന്റെ വാക്ക് കേട്ട് ടെൻഷൻ അടിക്കുന്നത്? ഇത് കുറെയൊക്കെ നമ്മുടെ മനസ്സിന്റെ തോന്നലാണ്. അമീറിന് ഭ്രാന്തില്ല. കൊച്ചു തെരേസ ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ച് ഓർമ്മ പോയതാ. അപ്പൊ അമീർ അതാ നിന്റെ പേര്? അപ്പൊ പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ്. വല്ലതൊക്കെ എഴുതാനും വായിക്കാനും അറിയാമോ? അറിയായിരുന്നു, ഇപ്പൊ മറന്നുപോയതാ. ആ അത് കലക്കി. എന്താണോ അത്? ഒന്ന് നോക്കിയടാ. ആസാനെ, നമ്മുടെ വണ്ടി ഒരു പട്ടിയെ അടിച്ച്. അതെ, വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെന്ന് തോന്നുന്നു. വണ്ടി എടുത്തോ, പണിയാണ്. ഞാൻ കണ്ടതാവും വരണത്, ഞാൻ പറഞ്ഞതാവും വരുമെന്ന്. എന്റെ പൊന്നി എങ്ങാതി, ദൈവത്തെ ഓർത്ത് പറ. ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇനി കുറേ ദൂരം കഴിയണം. അപ്പൊ അടുത്ത പട്ടി വരൂ. ഇനി പട്ടിയല്ല, ഇനി വരാനുള്ളതൊരാളാ. അങ്ങനെ കോളേജ് സമയത്തെ എക്സ്പേർട്ട് ഡ്രൈവർ ശ്വേത ഹൈ റേഞ്ച് വളവൊക്കെ പുഷ്പം പോലെ ഓടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഷോ കാണിക്കാനായിരുന്നെങ്കിലും നോൺ സ്റ്റോപ്പായി ഓടിച്ച് പഴയ ടാലന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അയ്യടാ, ഇവിടെ വരെ നിർത്താതെ വണ്ടി ഓടിക്കണം എന്നുള്ളതേ എന്റെ വാശിയായിരുന്നു. ആണോ? അപ്പൊ എവിടെയും നിർത്തണ്ട, ഓടിച്ചുകൊണ്ടേയിരുന്നു. അല്ല, ഇത്രയും നേരം ഓടിച്ചേലേ എവിടെയെങ്കിലും അനാവശ്യമായിട്ട് ഒരു ബ്രേക്കിങ്ങോ അതോ ഏതെങ്കിലും കുഴിയിൽ കൊണ്ടിട്ടോ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. ഉറങ്ങിയത് കൊണ്ടൊന്നും അറിഞ്ഞതേ. അയ്യടാ. അല്ല, ഈ മൗണ്ടൻസ് ഒക്കെ കാണുന്ന പറഞ്ഞ ആളെ കിടന്ന് ഉറങ്ങാണല്ലോ. ആ, ഞങ്ങളങ്ങനെ വണ്ടി കയറി അപ്പൊ ഉറങ്ങും. ശ്വേത, വണ്ടി ഇവിടെ നിന്ന് ഒതുക്കിക്കേ. ഇവിടെയോ? എന്താ നിർത്താൻ പറഞ്ഞ? ഈ സ്ഥലം നല്ല പരിചയമുള്ള പോലെ. എന്താ മഹേഷ്? നീ മോളെ എടുക്കും, നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. അങ്ങോട്ടോ? നീ ഇറങ്ങാനാ പാട്. അവളെവിടെ? മോളെ സൂക്ഷിച്ച്. നല്ല ക്ലൈമറ്റ് അല്ലേ? നമുക്കേ ഇന്നിവിടെ സ്റ്റേ ചെയ്താലോ? ബ്രഷില്ല, ഡ്രസ്സില്ല, ലീവും ഇല്ല. തുടങ്ങി. ഈ ആദ്യം പറഞ്ഞ 2 സാധനം നമുക്ക് ഇവിടെ ഒപ്പിക്കാം. ഈ മൂന്നാമത്തെ സാധനമാണ് പ്രശ്നം. മൂന്നാമത്തെ സാധനം തന്നെയാണ് പ്രശ്നം. നമുക്ക് തൽക്കാലം വൈകുന്നേരം വരെ ഇവിടെ ഒന്ന് ചില്ല് ചെയ്തിട്ട് മാക്സിമം അടിച്ചു വിളിക്കാം. ഓക്കെ? നമുക്ക് ഇനിയും വരാന്ന്. വരുവോ? ഡെഫിനറ്റ് ആയിട്ടും. ഉറപ്പ്? പിന്നല്ല. എന്താടാ നോക്കിക്കൊണ്ടിരിക്കുക? കണ്ട ഊട് വഴി കൂടെ കൊണ്ടുപോയി വണ്ടിയും കംപ്ലൈന്റ് ആയി. എന്താവും എന്തോ. ഓനെ വണ്ടി കയറ്റിപ്പോ തുടങ്ങിയ പ്രശ്നങ്ങളാ. റെഡി.
റെഡിയാ. അവൻ എന്നെ എടുക്കുക അകത്ത് കുന്തം വിഴുങ്ങിയോലെ ഇരിപ്പുണ്ട്. വലിയ പ്രവാചകനാ. ഈ മഴ പെയ്യുന്നതും പട്ടി കുറുകെ കിടന്നതും ആളെ തട്ടുന്നതൊക്കെ പ്രവചിക്കാം. ഈ നിസാരം ഡീസൽ പൈപ്പ് പൊട്ടുന്ന കാര്യം ആ ടൗണിലെങ്ങാനും വെച്ച് പറഞ്ഞിരുന്നെങ്കിലേ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു. കളിയാക്കണ്ട ആശാനെ, ഹൈ റേഞ്ച് തുടങ്ങാൻ പോകണം. നമുക്ക് നല്ലോണം ശ്രദ്ധിച്ചങ്ങ് പോവാം. എൻ്റെ കർത്താവേ, അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആരാണോ ഇന്ന് ഊട് വയ്ക്കാൻ പോകുന്നത്? വാ. സോ ലേഡീസ്, അപ്പൊ അങ്ങനെ ഒരു എക്റ്റിക് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞാലേ അവിടെ നാടൻ ചായ ഫ്രം എ നാടൻ കട. സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടമില്ലാത്ത ആൾക്ക് പെട്ടെന്ന് എന്തെറ്റി? Anything is good for a change. Yeah? So let's have a നാടൻ ചായ. വണ്ടി കുറച്ച് കയറ്റിട്ട് സാറേ. തടിയേറ്റ ലോറി ഒരുപാട് പേരുടെ സ്ഥലവാ. അവന്മാർക്കാണെങ്കിൽ ഒരു നോട്ടമില്ല. അത്യാവശ്യം സ്ഥലമുണ്ട് ചേട്ടാ, കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുടിക്കാൻ എന്താ ഉള്ളേ? ചായ ഉണ്ട്, കാപ്പിയുണ്ട്, പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് സാറേ. എനിക്ക് എന്തായാലും ഒരു ചായ. അപ്പൊ 2 ചായ, എനിക്ക് സ്ട്രോങ്. ഓ ആയിക്കോട്ടെ. മോക്ക് എന്താ വേണ്ടേ? എനിക്കൊരു ബൂസ്റ്റ് മതി. ബൂസ്റ്റ് ഉണ്ടോ ഏട്ടാ? ബൂസ്റ്റ് ഉണ്ട്. പിന്നെ ദേ ബൂസ്റ്റ്. അപ്പൊ ഒരു ബൂസ്റ്റ് തന്നെ. Nothing. Nice place, no? നമുക്ക് അവിടെ പോയി ഒരു പിക്ചർ എടുത്താലോ? ഇപ്പോഴോ? Yep. വാ. വാ. ചേട്ടാ, ഞങ്ങൾ മേളിൽ കാണും. ചായ അവിടെ തരുമോ? ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എങ്ങനെയുണ്ട് ഇവിടെ? സ്ഥലം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. Let's take a selfie. ഡാഡി മമ്മി നിക്ക്, ഞാൻ എടുക്കാം. Okay. Okay. Come. ചിരിച്ചേ, മോള് ചിരിച്ചേ. This side, no? നല്ലപോലെ ചിരിക്കടി. Nice. Nice. സാറേ, ആ. ദാ മോൾക്ക് ബൂസ്റ്റ്. താങ്ക് യു. ബുദ്ധിമുട്ടായോ? കോഫ്. ഏയ്, സാർ ഇവിടെ ആദ്യമായിട്ടാണോ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ആണല്ലേ? ഇവർക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാം. അതെ, 8:30 മണി കഴിഞ്ഞാലേ കോടമഞ്ഞിറങ്ങും. ഡ്രൈവ് ചെയ്യാൻ പ്രയാസാ. അതിനൊക്കെ മുമ്പ് പോവും. ലീവ്സ് ഉള്ള ക്യാരറ്റ് ഉണ്ടോ? പിന്നെന്താ, ഇഷ്ടംപോലെ തരാലോ. മക്കള് വാ. ഇതൊന്ന് പിടിക്കോ? Thank you. കാറിലോട്ട് വെച്ചോ. അവള് വെച്ചോളും. മോള് വാങ്ങിച്ചോ. വാ. എത്ര ക്യാരറ്റ് വേണം? കുറച്ച്. സൂക്ഷിച്ചിറങ്ങണം കേട്ടാ. മഹേഷ്, എന്ത് പറ്റി? ഇവിടെ വന്നപ്പോ മുതൽ നല്ല ലോസ്റ്റ് ആണല്ലോ. അതല്ല, മുമ്പ് ഇതേ സ്പോട്ടിൽ വന്നിട്ടുള്ള പോലെ. You said you had come for a trip with your friends, ല്ലേ? അപ്പൊ വന്നിട്ടുണ്ടാവും. നോ. ഇതൊരുമാതിരി ഒരു ദേജാവു ഫീല്. I think I came here in 2006, 2007 after college with friends. We just drove to the peak and went back. വേഗം കുടിക്കുക. 8 മണി കഴിഞ്ഞാൽ കോടമഞ്ഞിറങ്ങുന്നല്ലേ പറഞ്ഞത്.